മത്സരത്തിനൊക്കെയാണ് വീണ്ടും വേങ്ങരയിലെ എന്താ സാഹചര്യം? വേങ്ങരയിൽ വിശേഷിച്ച പുതിയ സാഹചര്യങ്ങളൊന്നുമില്ല. കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിലുള്ള എല്ലാ വിഷയങ്ങളും വേങ്ങരയിലുണ്ട്. പിന്നെ പൊതുവേ UDFൻ്റെ ഒരു ഉറച്ച കോട്ടയാണ് വേങ്ങര എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലാണ് വേങ്ങരയുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാവുകയുള്ളൂ. ഞാൻ ഇന്നലെയാണ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇറങ്ങിയത്. വേങ്ങരയിൽ മാത്രമല്ല, കേരളത്തിൽ ഒരു വോട്ടർമാരുടെ ഒരു ജനാധിപത്യ വിശ്വാസികളുടെ ഒരു വലിയ പ്രതീക്ഷ UDFന് അനുകൂലമായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന കൽപ്പറ്റയിലാണ്. ഇവിടെ പോലും എല്ലായിടങ്ങളിലും അങ്ങനെയുള്ളൊരു UDFൻ്റെ മാത്രം ആളുകളുടെ പിൻബലമല്ല, ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുദ്ധിജീവികളുടെ സച്ചിദാനന്ദനൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ചുവട് പിടിച്ച് താഴെ തട്ട് വരെയുള്ള ആളുകളുടെയൊക്കെ ഒരു പിൻബലം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ കോൺഗ്രസ് ആണല്ലോ, പക്ഷേ കോൺഗ്രസിന് രണ്ടാമത്തെ ഒരു പട്ടിക പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, വലിയ പ്രശ്നങ്ങളുണ്ട് കെ സുധാകരനുമായി ബന്ധപ്പെട്ടും മറ്റും. അപ്പോൾ അത് മൊത്തം ഒരു ഗ്രേസ് കളയുന്നില്ലേ UDFൻ്റെ ഒരു നേട്ടത്തിലുണ്ടാവാൻ സാധ്യത? UDFൻ്റെ സ്റ്റൈൽ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റായി വരുന്നതാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞങ്ങളുടെ ഒരു ഫൈനൽ എയിം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളതാണ്, ജയിക്കുക എന്നുള്ളതാണ്. അത് എന്തൊക്കെ നിങ്ങൾ നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്കതിൻ്റെ ആ എയിമിലേക്ക് ഞങ്ങൾക്ക് തനിപ്പൊരു പ്രയാസമില്ല. പിന്നെ സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ സംവിധാനം ഞങ്ങളത്. രാജാവ് പ്രഖ്യാപിച്ചാൽ പ്രജകൾ കേൾക്കുന്ന പാർട്ടിയൊന്നുമല്ല, പാർട്ടിയുമല്ല, സിസ്റ്റമല്ല, UDF സംവിധാനമല്ല. ഞങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവസാന ശ്വാസം വരെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ആ ജനാധിപത്യ ബോധമുണ്ട്. നിങ്ങൾക്ക് ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ ഈ ഡിക്റ്റേറ്റേഴ്സ് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വളരെ വിശാലമായിട്ടുള്ള ജനാധിപത്യ ബോധമുണ്ട്, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ 10 വർഷത്തെ പ്രതിപക്ഷത്തിരുന്നിട്ട് ശേഷമാണ് നിങ്ങൾ ഭരണത്തിനായി ശ്രമിക്കുന്നത്. അപ്പോഴെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക എങ്കിലും ഒരു ക്ലീനായി നേരത്തെ പ്രഖ്യാപിക്കാൻ പറ്റേണ്ടല്ലോ? അറ്റ്ലീസ്റ്റ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ 24 മണിക്കൂറിനുള്ളിലെങ്കിലും പറ്റേണ്ടതായിരുന്നില്ലേ? 10 വർഷത്തെ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നതുകൊണ്ട് ജനാധിപത്യ സംവിധാനം ഇല്ലാതാവുന്നതാണ് അർത്ഥം. 100 വർഷം പ്രതിപക്ഷത്തിരുന്നാൽ ജനാധിപത്യം ഇല്ലാതാവുമോ? ജനാധിപത്യം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശക്തമാവുന്നത് കൂടിയാണ്. അതുകൊണ്ട് അതിലൊന്നും കാര്യമൊന്നുമില്ല. അത് എത്ര വർഷം പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു സംവിധാനം ഇല്ലാതാവുന്നൊന്നുമില്ല. അത് ഒരുപക്ഷെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മൂർച്ച കൂടുകയാണ് ചെയ്യുക, പോരാട്ടങ്ങളുടെ മൂർച്ച കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. കൊഴിഞ്ഞു പോയതും ഇറങ്ങിപ്പോയതും എത്ര ആളുകളാണ്? ശശി മുതൽ ഞാൻ പറയണോ? കൊഴിഞ്ഞുപോക്ക് എവിടുന്നാണ്? ഇറങ്ങിപ്പോകൽ എവിടുന്നാണ്? ആളുകൾ പുതിയ പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നത് എവിടുന്നാണ്? അതൊന്നും UDFനെ ബാധിക്കണതല്ല. കൊഴിഞ്ഞു പോയേക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, പക്ഷെ അത് പോകില്ല, അത്ര ഉണ്ടാവും. അല്ല, പക്ഷേ തിരിച്ചുവരവിന് കാത്തിരിക്കുന്ന പ്രവർത്തകരെ നിരാശരാക്കില്ലേ ഇതുപോലത്തെ അനാവശ്യമായ പ്രശ്നങ്ങൾ? കെ സുധാകരൻ പാർട്ടി വിടുമെന്ന് പറയുന്ന സാഹചര്യം, അങ്ങനെയൊക്കെ. തിരിച്ചുവരവിന് പ്രവർത്തകർ മാത്രമല്ല കാത്തിരിക്കുന്നത്, കേരളമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, സുന്ദരമായി തിരിച്ചു വരും. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല, ഒരു പ്രശ്നവും ബാധിക്കില്ല. വോട്ടിങ്ങിലേക്കും UDFൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജയത്തിലേക്കും ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല.